ഹലോ ഗൈസ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. നമ്മൾ യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ട് കുറേ ദിവസങ്ങളായി, പക്ഷെ ഇതുവരെ ആകെ 3 ഷോർട്സ് മാത്രമേ അപ്ലോഡ് ചെയ്തു. സബ്സ്ക്രൈബർ അത് നമ്മൾ വിചാരിച്ചിന്ന് ഒരു ലോങ് വീഡിയോ ഷൂട്ട് ചെയ്തിട്ട് വ്ളോഗ് ആക്കിയിട്ട് അപ്ലോഡ് ചെയ്യാം അല്ലേ? ഇപ്പം ഈ കൊല്ലൊന്നും നോക്കണ്ട, കുറച്ച് വയ്യാണ്ടൊക്കെ ഇരിക്കാം. നമ്മൾ വിചാരിച്ച് അല്ലേ എന്തെങ്കിലുമൊക്കെ ഒന്ന് ചെറുതായിട്ട് ഇങ്ങനെ വ്ളോഗ് എടുക്കാം എന്ന്. ഇപ്പോൾ ചാനലിലുള്ള കണ്ടന്റ് എന്താണെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ ഡെയിലി വ്ളോഗ്സ് ഉണ്ടാവും, പിന്നെ ഗെറ്റ് റെഡി വിത്ത് മീ ഉണ്ടാവും, അസ് ഉണ്ടാവും, പിന്നെ നമ്മൾ ഡാൻസ് വീഡിയോസൊക്കെ ചെയ്യും, പിന്നെ ഇൻസ്റ്റത്തെ കുറച്ച് അത് ഞാൻ മാത്രം പയ്യെ നമ്മൾ കൊണ്ടുപോയും. പിന്നെ ഇൻസ്റ്റത്തെ കുറച്ച് റീൽസ് നമ്മൾ അപ്ലോഡ് ചെയ്യും. പിന്നെന്താ, കുക്കിംഗ് വീഡിയോസ് ഉണ്ടാവും, ട്രാവലിംഗ് വീഡിയോസ് ഉണ്ടാവും, പിന്നെ എന്തെങ്കിലും ചെറിയ ചെറിയ ആയിട്ടുള്ള ലൈഫിലത്തെ എക്സ്പീരിയൻസുകളോ കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്യാം അല്ലേ? പിന്നെന്താ, വേണമെന്നുണ്ടെങ്കിൽ ഈ നമ്മളുടെ ലവ് സ്റ്റോറി പോസ്റ്റ് ചെയ്യാം അല്ലേ? അങ്ങനെയൊക്കെ തുടക്കത്തിൽ ഞാൻ എന്നെ പരിചയപ്പെടുത്താം. എൻ്റെ പേര് ശ്രീലക്ഷ്മി എന്നാണ്. ഞാൻ വരുന്നത് തൃശ്ശൂർ കൊടുങ്ങല്ലൂർന്ന്. ഇപ്പോൾ കല്യാണം കഴിച്ചിട്ട് ഇങ്ങോട്ട് വന്നത് കണ്ണൂർക്കാണ്. കല്യാണം കഴിഞ്ഞിട്ടൊക്കെ 2 മാസമേ ആയിട്ടുള്ളൂ. ഏട്ടനെ പറ്റി പറ. ഞാൻ അശ്വിൻ, ഞാൻ കണ്ണൂരിൽ എവിടെന്നാന്ന് പറഞ്ഞു? കണ്ണൂര് കൂത്തുപറമ്പ്. പിന്നെ തൃശ്ശൂരിൽ നിന്നാണ് കെട്ടിയത്. നല്ലൊരു വലിയ കഥയാണ്, അതെല്ലാം വഴിയേ വരൂ. കണ്ണൂരിനെയും കണ്ണൂരിലത്തെ ആൾക്കാരെ കുറിച്ചിട്ട് എനിക്കെന്നാ അറിയാനുള്ളത്? സത്യം പറഞ്ഞാൽ കണ്ണൂരിൽ നിന്ന് ആദ്യം കേൾക്കുമ്പോൾ ഭയങ്കര പേടിയായിരുന്നു. കാരണം നാട്ടിലും വീട്ടിലൊക്കെ കണ്ണൂർ എന്ന് പറയുന്ന ഒരു ജില്ലേനെ അങ്ങനെയാണ് ഇങ്ങനെ മനസ്സിലേക്ക് ഇങ്ങനെ തന്നിട്ടുള്ളൊരു പിക്ചർ എന്ന് വെച്ച് കഴിഞ്ഞാല് ബോംബ് അങ്ങനെ ഇങ്ങനെ എപ്പോഴും വെട്ടും കൊത്ത് പാർട്ടി ബേസ്ഡ് ആയിട്ടുള്ള സെറ്റപ്പ് അങ്ങനെയൊക്കെയല്ലേ കേട്ടിട്ടില്ലേ? ലൈഫിൽ കുറെ വിചാരിച്ചിട്ടുണ്ടായിരുന്നു എവിടെ കെട്ടിപ്പോയാലും കണ്ണൂർക്കേ കെട്ടി വരത്തില്ലെന്ന്. പക്ഷേ എൻ്റെ വിധി ഇരിക്കുന്നത് എവിടെ ആയതുകൊണ്ട് കറക്റ്റിങ്ങോടെ എത്തി. പിന്നെ എന്താ വെച്ച് കഴിഞ്ഞാൽ ഒരു അട്രാക്റ്റിങ്ങിൻ്റെ ഫാക്ടർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുവരെ എന്നെ പോലെയുള്ള ഇതുവരെ തെയ്യം കാണാത്ത കുറേ ആൾക്കാരുണ്ടാവില്ലേ, അവർക്കൊക്കെ എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റിയ ഒരു കിട സ്ഥലമാണ് തെയ്യങ്ങൾ. കുറേ പല വെറൈറ്റീസ് ഓഫ് തെയ്യങ്ങളുണ്ടാവും. പേടിയുള്ളത് പേടിയില്ലാത്തത് അങ്ങനെ കുറേയൊക്കെ. ഞാൻ എൻ്റെ ലൈഫിൽ ആദ്യമായിട്ട് തെയ്യം എക്സ്പീരിയൻസ് ചെയ്ത് ഇവിടെ വന്നതിന് ശേഷമാണ്. പിന്നെ ഇവിടുത്തെ മനുഷ്യന്മാരെ പറ്റി പറയുകയാണെങ്കിൽ ഈ ചില നാടുകളിലെ പോലെ, ഞാൻ എടുത്തു പറയുന്നില്ല, ചില നാടുകളിലെ പോലെ ഈ ജാതി മത വ്യത്യാസമൊന്നുമില്ല. ഇവിടെ എല്ലാവരും ഈക്വലാണ്. അങ്ങനെ വകഭേദങ്ങളൊന്നുമില്ല. ആ ഒരു കാര്യത്തിൽ ഇവർ പെർഫെക്റ്റാണ്, സ്നേഹമുള്ള മനുഷ്യരാണ്, ഇതൊക്കെ തന്നെ. പക്ഷെ എന്നിരുന്നാലും എനിക്ക് എൻ്റെ നാടെന്നെ ഇഷ്ടം. ഇല്ലെങ്കിൽ നാട്ടുകാര് പൊങ്കാലയിടും. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെ നോട്ടിഫിക്കേഷനൊക്കെ ഓണാക്കിയിടുക. ഇഷ്ടപ്പെട്ടാൽ മാത്രം സബ്സ്ക്രൈബ് ചെയ്യുക. ഇഷ്ടപ്പെട്ടാലും ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ നമ്മൾ വീഡിയോ പോസ്റ്റ് ചെയ്തുകൊണ്ടേയിരിക്കും അല്ലേ? ഓക്കെ, നമ്മളിങ്ങനെ തുടങ്ങി വരുന്നില്ലേ ഉള്ളൂ. ഇനി മെച്ചപ്പെട്ട് വരും കുറേ കഴിയുമ്പോൾ. Okay. Okay, done.